ആരാണ് തഖ്വയുള്ളവർ, ആരാണ് തഖ്വയുള്ള മനുഷ്യരെന്ന് 8 ക്വാളിറ്റികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എണ്ണി പറഞ്ഞു തരികയാണ്. റമദാൻ എത്തുന്നതിന്റെ മുന്നേ, റമദാനിന്റെ നിലാവ് കാണുന്നതിന്റെ മുന്നേ എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത് ഈ 8 ക്വാളിറ്റികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ്. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കലാണ്. അള്ളാഹു പറയുന്നു, അല്ലദീന യഖൂലൂൻ, ആരാണ് തഖ്വയുള്ളവർ, ആരാണ് മുത്തഖികൾ എന്ന് അള്ളാഹു അതാ വിശദീകരിക്കുകയാണ്. അവർ പറയുന്നവരാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. അവർ പറയുകയാണ്, ഇന്നനാ, നിശ്ചയം ഞങ്ങൾ, ആമന്നാ, ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ്. തഖ്വയുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് പ്രിയപ്പെട്ടവരെ ഈമാൻ. ഈമാൻ ശരിയാക്കുക എന്നത് പരിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം 2-ന്റെയും 3-ന്റെയും 4-ന്റെയും വചനത്തിൽ നമുക്ക് കാണാം. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഇതാകുന്നു ദൈവിക ഗ്രന്ഥം, ഇതിൽ സംശയമേ ഇല്ല, സൂക്ഷ്മാലുക്കൾക്ക് ഇത് വഴികാട്ടിയാകുന്നു. ആ സൂക്ഷ്മാലുക്കളുടെ പ്രത്യേകത എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഗവേഷണങ്ങൾ കൊണ്ടും നിരീക്ഷണങ്ങൾ കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും കണ്ടെത്താൻ കഴിയാത്ത വസ്തുതകളിൽ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. തീർന്നില്ല. അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഈ പരിശുദ്ധ ഖുർആനിൽ ഈമാനുള്ളവരാണവർ. അതുപോലെ തന്നെ അങ്ങേക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സബൂറിലും ഇഞ്ചീലും തൗറാത്തിലും വിശ്വസിക്കുന്നവരാണവർ. മാത്രമല്ല, വബിൽആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അന്ത്യനാളിൽ ഹശ്റിന്റെ മൈതാനിയെ തൊട്ട് ഖബർ ജീവിതത്തെ തൊട്ട് യഖീനുള്ളവരാണ് അവർ. വിശ്വാസം എന്നല്ല പടച്ചവൻ അവിടെ പറഞ്ഞത്, യഖീനുള്ളവരാണ്. അന്ത്യനാളിന്റെ വിശ്വാസത്തെ തൊട്ട് യഖീനുള്ളവരാണ്, ഉറപ്പുള്ളവരാണ് എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈമാനാണ്. ആ ഈമാൻ തന്നെയാണ് മുത്തഖികളായ ആളുകൾ ഒന്നാമതായി അല്ലാഹുവിനോട് പ്രഖ്യാപിക്കുന്നത്, റബ്ബനാ ആമന്നാ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ് റബ്ബേ, ഞങ്ങളുടെ ഈമാനിതാ ഞങ്ങൾ പൂർണ്ണമാക്കിയിരിക്കുകയാണ് റബ്ബേ എന്ന് ഒന്നാമതായി അവർ പറയുകയാണ്. ഇനി രണ്ടാമത്തെ വിഷയം എന്താണ് പ്രിയപ്പെട്ടവരെ? അവരെ ചോദിക്കുന്നത് എന്താണ്? ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് അവരതാ കേണു കരയുകയാണ്, റബ്ബിന്റെ മുന്നിൽ കേണു പറയുകയാണ്. പാപമോചനത്തിന് വേണ്ടി തേടുന്ന സ്വഭാവമാണ് തഖ്വയുടെ രണ്ടാമത്തെ അടയാളമെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, റമദാൻ വരുന്നത് വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ്. നമുക്കൊക്കെ സന്തോഷമാണെന്നാൽ ആ റമദാനിൽ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ആ റമദാനിൽ കടന്നു വരുന്ന ഓരോ റമദാനിലും വലിയൊരു ദുരന്തം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നുവരെ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ റമദാനിന്റെ തുടക്കത്തിലും പ്രഭാഷണങ്ങളിലും ഖുത്ബകളിലും എഴുത്തുകളിലും നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നൊരു സംഗതിയാണത്. അള്ളാന്റെ റസൂൽ അതാ ഒരിക്കൽ മിമ്പറിലേക്ക് കയറുകയാണ്. ആമീൻ 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 എന്ന് 3 വട്ടം പറഞ്ഞിട്ടാണ് പ്രവാചകൻ മിമ്പറിന്റെ മുകളിലെത്തുന്നത്. ഖുത്ബ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നിങ്ങൾ ആവർത്തിച്ച് 3 തവണ ആമീൻ 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 എന്ന് പറഞ്ഞത്? അള്ളാന്റെ റസൂൽ പറയുകയാണ്, ജിബ്രീൽ വന്ന് പ്രാർത്ഥിച്ചു, ജിബ്രീൽ വന്ന് ദുആ ചെയ്തു. എന്താണ് ദുആ ചെയ്തത്? പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരികയും എന്നിട്ട് ആ റമദാൻ മാസത്തിന്റെ 29 30 ദിനരാത്രങ്ങൾ കടന്നു പോകുകയും ആ റമദാനിന്റെ അവസാനത്തെ ദിവസം ശവ്വാലിന്റെ മാസപ്പിറവി കാണുന്ന ആ സമയത്ത് പോലും പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാത്ത ഒരാൾ എന്റെ ഉമ്മത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവനെ അല്ലാഹു ശപിക്കട്ടെ, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. റഈസുൽ മലായിക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആമീൻ പറയുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ അർശിന്റെ സവിധത്തിൽ ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റമദാനിൽ ഒളിഞ്ഞു കിടക്കുന്ന അപകടം ഇതാണ്, റമദാനിൽ ഒളിഞ്ഞു കിടക്കുന്ന ദുരന്തം ഇതാണ് പ്രിയപ്പെട്ടവരെ. ആ റമദാൻ നമുക്ക് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണെന്നാൽ ആ റമദാൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ദുരന്തമായി മാറുക? ആ റമദാനിന്റെ ദിനരാത്രങ്ങൾ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാത്ത രീതിയിൽ നമ്മിൽ നിന്ന് കടന്നു പോകുകയാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് സവാബുകളല്ല, നമ്മെ
കാത്തിരിക്കുന്നത് സ്വർഗമല്ല, നമ്മെ കാത്തിരിക്കുന്നത് പാപമോചനമല്ല, നമ്മെ കാത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ ലഅനത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ റമദാൻ വരുന്നതിന് മുന്നേ പാപങ്ങൾ റബ്ബിനെ കൊണ്ട് പൊറുപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തഖ്വയുടെ രണ്ടാമത്തെ അടയാളമായി ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, ഞങ്ങളുടെ തെറ്റുകൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാ എന്ന് പറയുന്നതാണ് തഖ്വയുടെ രണ്ടാമത്തെ അടയാളമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അപകടം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു അബദ്ധം ചെയ്തു പോയാൽ അവരുടെ മനസ്സിനെ അത് അത്രമാത്രം വേദനിപ്പിച്ചത്, പ്രയാസപ്പെടുത്തിയത്. ഈ വസ്തുതകൾ, ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. നമുക്കെല്ലാം സുപരിചിതമായ ഒരു ചരിത്രമാണല്ലോ. അള്ളാന്റെ റസൂലിന്റെ സദസ്സിലേക്ക് ഗാമിദി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് വളരെ പ്രയാസത്തോടുകൂടി ദുഃഖത്തോടുകൂടി വരികയാണ്. എന്നിട്ട് ആ പെണ്ണ് പറയുന്നത് എന്താണ്? വീട്ടിലെ ദാരിദ്ര്യം പറയാൻ വന്നതല്ല, വീട്ടിലെ പായാരം പറയാൻ വന്നതല്ല, മറിച്ച് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ ആ പെണ്ണ് പറയുന്നത് എന്താണ്? പ്രവാചകരെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിന്റെ ഇച്ഛയും പിശാചിന്റെ പ്രലോഭനവും ഒരുമിച്ച് വന്നപ്പോ ദുർബലമായൊരു നിമിഷത്തിൽ ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ, എന്നെ എറിഞ്ഞു കൊല്ലണം, എന്റെ മേലെ ശിക്ഷ നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അത്തരമൊരു അപേക്ഷയുമായിട്ടാണ് ആ പെണ്ണ് വന്നിരിക്കുന്നത്. അള്ളാന്റെ റസൂല് പറയുന്നു, നീ തിരിച്ചു പോകുക, എന്നിട്ട് നിന്റെ വയറ്റിൽ വളരുന്ന ആ പിഞ്ചു പൈതലുണ്ടല്ലോ, അതിന് ജന്മം നൽകിയതിന് ശേഷം നീ തിരിച്ചു വരിക. മാസങ്ങൾ കഴിഞ്ഞിട്ട് എന്റെയും നിങ്ങളുടെയും തൗബ പോലെയല്ല, എന്റെയും നിങ്ങളുടെയും പശ്ചാത്താപം പോലെയല്ല. മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ ചോര പൈതലിനെയുമായി ആ സ്വഹാബ വനിത യഥാ പ്രവാചകന്റെ മുന്നിലേക്ക് വീണ്ടും വരികയാണ്. എന്തിനാണ് വരുന്നത്? പ്രിയപ്പെട്ടവരെ, ചെയ്തു പോയൊരു തെറ്റിന്റെ വിഷയത്തിൽ മനസ്സിലുണ്ടാകുന്ന ആദി കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, സമാധാനമില്ല, ശാന്തിയില്ല, ശിക്ഷ നടപ്പാക്കണമെന്ന അപേക്ഷയുമായിട്ടാണ് വീണ്ടും വരുന്നത്. പ്രവാചകൻ വീണ്ടും തിരിച്ചയക്കുകയാണ്. നിന്റെ പാല് കുടിക്കുക എന്നതല്ലാതെ ഈ കുട്ടിയുടെ മുന്നിൽ ഭക്ഷണത്തിന്റെ മറ്റൊരു സ്രോതസ്സും ഇന്നില്ല, അതുകൊണ്ട് നീ തിരിച്ചു പോകുക. എന്നിട്ട് ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നീ വരിക. മാസങ്ങൾ വീണ്ടും കടന്നു പോകുകയാണ്. ആ പെണ്ണതാ വീണ്ടും പ്രവാചകന്റെ മുന്നിൽ തല കാണിക്കുകയാണ്. അന്ന് ആ പെണ്ണിന്റെ കയ്യിൽ ആ കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് പാൽപ്പല്ലുകൾ മുളച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു റൊട്ടി കഷ്ണവും കൊടുത്തിട്ടാണ് ആ പെണ്ണിന്ന് വന്നിരിക്കുന്നത്. ആ പാൽപ്പല്ല് കൊണ്ട് ആ റൊട്ടി കഷ്ണം കടിച്ചു തിന്നു തന്റെ പിഞ്ചു പൈതലിനെ കാണിച്ചുകൊണ്ട് പോയൊരു തെറ്റ് ആ പെണ്ണിന്റെ മനസ്സിനെ ഇത്രമാത്രം അലോസരപ്പെടുത്തിയെങ്കിൽ, ഇത്രമാത്രം വേദനിപ്പിച്ചുവെങ്കിൽ, ഒരാഴ്ച പോലും നീളാത്ത നമ്മുടെ തൗബയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു മാസം പോലും നീളാത്ത, ഒരു ദിവസം പോലും നീളാത്ത നമ്മുടെ തൗബയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, നിഷ്കളങ്കമായ തൗബയുമായി അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിക്കൊള്ളണേ എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് ഉപദേശിക്കുകയാണ്. വിശ്വാസികളെ കുറിച്ച് പടച്ചറബ് പറഞ്ഞതെന്നാണ്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രണ്ട് കുട്ടികൾ അസ്റ അതുപോലെ ബിലാൽ, അവരെ മിസ്സിംഗ് ആണ്. അവരെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേജിൻ്റെ വലത് ഭാഗത്ത് മൈക്ക് പോയിന്റിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കണം. ഒന്ന് ശ്രദ്ധിക്കുക. അസ്റ, ബിലാൽ, രണ്ട് പേര്. ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. അല്ലാഹു വിശ്വാസികളെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ് പടച്ചറബ് പറഞ്ഞത്? അവരൊരു തെറ്റു ചെയ്താൽ, അവർ തെറ്റ് ചെയ്യാത്തവരാണ് എന്നല്ല, അവർ പാപം ചെയ്യാത്തവരാണ് എന്നല്ല, അവരൊരു തെറ്റ് ചെയ്താൽ, അവരൊരു പാപകർമ്മം ചെയ്താൽ അടുത്തതായി അവരുടെ പ്രതികരണം എന്താണ്? ദക്കറുല്ലാഹ്, അവരതാ അള്ളാഹുവിനെ ഓർക്കുകയാണ്. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, എന്നിട്ട് അവരുടെ തെറ്റിനു വേണ്ടി റബ്ബിനോട് പാപമോചനം തേടുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അവർ ചെയ്ത തെറ്റിൽ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഉറച്ചു നിൽക്കുകയില്ല.
ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാത തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. അത്തരത്തിലുള്ള ആളുകൾക്കാണ് സ്വർഗം സമ്മാനമായി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് സമ്മാനമായി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. പണിയെടുക്കുന്ന ആളുകൾക്ക് എത്ര നല്ല പ്രതിഫലമാണിത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. സ്വന്തങ്ങളോട് അക്രമം ചെയ്ത പാപഭംഗിലമായ ജീവിതം നയിച്ച എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കാൻ ലോകത്തിന്റെ രക്ഷിതാവ് പ്രവാചകനോട് കൽപ്പിക്കുന്നത് എന്താണ്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അത് കിട്ടുകയില്ല എന്ന മിഥ്യാധാരണ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തഖ്വയുടെ രണ്ടാമത്തെ ഭാഗം എന്താണ് പ്രിയപ്പെട്ടവരെ? ഫഗ്ഫിർ ലനാ എന്ന പ്രാർത്ഥനയാണ്, ആത്മാർത്ഥമായ ദുആയാണ്. ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള വേദനയാണ്, അങ്കലാപ്പാണ്. ഇനി ചെയ്യുകയില്ല, ആ തെറ്റിലേക്ക് ഇനി മടങ്ങിപ്പോകുകയില്ല എന്ന ദൃഢനിശ്ചയമാണ്. ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിൽ, സൃഷ്ടികളുടെ മുന്നിലല്ല, ഏതെങ്കിലും സംഘടനക്കാരുടെ മുന്നിലല്ല, ഏതെങ്കിലും സൃഷ്ടികളുടെ മുന്നിലല്ല, ഏതെങ്കിലും നേതാവിന്റെ മുന്നിലല്ല, ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ മുന്നിലല്ല, സ്വന്തം കുടുംബത്തിന്റെ മുന്നിലല്ല. ചെയ്ത തെറ്റ് നാം ഏറ്റുപറയേണ്ടത് ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിൽ മാത്രമാണ്, അള്ളാഹുവിനോട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, തഖ്വയുടെ രണ്ടാമത്തെ ഭാഗം അതാണ്. മൂന്നാമതായി അള്ളാഹു വിശദീകരിക്കുകയാണ്, വഖിനാ അദാബന്നാർ. നരകത്തെ തൊട്ട് ഭയപ്പെടുന്നവരാണവർ. ആ നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും എന്നിട്ട് ആ നരകത്തിൽ നിന്ന് കാവൽ തേടുകയും ചെയ്യുന്നവരാണവരെന്ന് മുത്തഖികളെ കുറിച്ച് അവരുടെ മൂന്നാമത്തെ ക്വാളിറ്റിയെ കുറിച്ച് അല്ലാഹു സംസാരിക്കുകയാണ്. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അല്ലാഹുവേ, നീ ആരെങ്കിലും നരകത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നീ അവനെ നിന്ദിച്ചു റബ്ബേ, നീ അങ്ങനെ അവനെ അപമാനിച്ചു, നീ അവനെ ഇകഴ്ത്തിക്കളഞ്ഞു. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അക്രമികളായ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള സഹായികളും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുത്തഖികളുടെ പ്രാർത്ഥനയായിട്ട് റബ്ബന സ്രിഫ് അന്നാ عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അവർ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഭയാനകമായ ആ നരകത്തെ തൊട്ട് ഞങ്ങൾ ഈ കാക്കണേ റബ്ബേ, ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. അതെത്ര മോശമായ മടക്ക സ്ഥലമാണ്, എത്ര വൃത്തികെട്ട വാസസ്ഥലമാണെന്ന് അവരതാ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മുത്തഖികളാകുന്നതിന് വേണ്ടി അല്ലാഹു നൽകിയ ഉപദേശവും അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളുടെ സ്വന്തത്തെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെയും നരകമോചനത്തിലുള്ള പ്രവർത്തനത്തിന്റെ പരിശ്രമത്തിന്റെ ഭാഗമാക്കണേ. ആ നരകത്തിന്റെ പ്രത്യേകത എന്താണ്? വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് കല്ലുകളും മനുഷ്യന്റെ പച്ചമാംസവും മജ്ജയുമുള്ള ചോരയുള്ള മനുഷ്യരാണ്. ആ നരകത്തിന്റെ ഇന്ധനമെന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. ആ നരകത്തിൽ പരുക്കന്മാരായ ശക്തന്മാരായ അല്ലാഹുവിന്റെ മലക്കുകൾ കാവലുണ്ട്. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും. അള്ളാഹുവിന്റെ ഒരു കൽപ്പനയും അവർ ധിക്കരിക്കുകയില്ല. വയഫഅലൂന മാ യുഅ്മറൂൻ. എന്താണോ അവർ കൽപ്പിക്കപ്പെടുന്നത് അത് അവരതുപോലെ ചെയ്യുന്നതാണ്. നരകത്തിന്റെ ഭയാനകമായ അതിക്രൂരമായ അദാബുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ നരകം കാണുന്നത് തന്നെ അദാബാണ്. ആ നരകത്തിന് ദർശനം ലഭിക്കുന്ന തന്നെ അദാബാണ്. നരകത്തെ കാണുന്ന ഒരു കുറ്റവാളിയുടെ മനോനില എന്താണെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതീ തുവീ വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജീ
കല്ലാ ഇന്നഹാ ലദാ നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ. ആ നരകത്തിന്റെ ഭയാനകതകൾ കാണുന്ന വലിയ തീച്ചൂളകളും തീജ്വാലകളും അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഗർജിക്കുന്ന ആ നരകത്തിന്റെ ഭയാനകതയും ബീഭത്സരംഗവും കാണുന്ന ഒരു കുറ്റവാളി അതാ ആഗ്രഹിച്ചു പോകുകയാണ്, പടച്ചോനെ എൻ്റെ കുട്ടിയെ തരാൻ പകരം എൻ്റെ അനുജനെ തരാം, എൻ്റെ ഉമ്മയെ തരാം, എൻ്റെ വാപ്പയെ തരാം എന്നല്ല, വമൻ ഫിൽ അർദി ജമീഅ, ഈ ഭൂമിയിലുള്ള സകലരെയും പകരം തരാം റബ്ബേ. സുമ്മ യുൻജി, എന്നിട്ട് എന്നെ മാത്രം ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ മാത്രം രക്ഷപ്പെട്ടാ മതി എന്ന് ഓരോ കുറ്റവാളിയും ആഗ്രഹിച്ചു പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഭയാനകമായ നരകമുണ്ടല്ലോ, കാണുന്നതിൻ്റെ മുന്നേ കുറ്റവാളികൾ നാളെ പരലോകത്ത് ആ നരകം കണ്ടിട്ട് ഭയക്കുന്നത് എപ്രകാരമാണോ അതേപോലെ ഈ ദുനിയാവിൽ വെച്ച് നരകത്തെ ഭയപ്പെടുന്നവരാണ് മുത്തഖികളായ ആളുകൾ. കേവലം ഒരു ഒഴുക്കമട്ടിലുള്ള വഖിനാ അദാബന്നാറല്ല, കേവലം ഒരു നിസ്സംഗമായ ഒരു അലസമായ രീതിയിലുള്ള വഖിനാ അദാബന്നാറല്ല. ആ നരകം ഇങ്ങനെ നേരിട്ട് കണ്ട് അവിടുത്തെ രംഗങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു തീവ്രതയിൽ അള്ളാഹുവിനോട് തേടുന്നവരാണ് വഖിനാ അദാബന്നാർ, മുത്തഖികളായ ആളുകളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തിൽ കേട്ട് മറക്കാനുള്ളതല്ല. റമദാൻ മാസം വരുന്നതിൻ്റെ മുന്നേ ഈ ഓരോ കാര്യങ്ങളും പൊടിതട്ടി എടുക്കാനുള്ളതാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞത് ഈമാനാണ്. ഈമാനിന് 10 മാറ്റി തിളക്കമുണ്ടാവണം. റമദാൻ വരുന്നതിൻ്റെ മുന്നേ പശ്ചാത്തപിച്ച് റബ്ബിനോട് ചെയ്ത തെറ്റുകൾ കഴുകിക്കളയണം. റമദാൻ വരുന്നതിൻ്റെ മുന്നേ നരകമോചനം എനിക്ക് ഉറപ്പായി എന്ന് ആവർത്തിച്ച് റബ്ബിനോട് തേടണം. റമദാൻ വരുന്നതിൻ്റെ മുന്നേ. റമദാൻ മാസം വന്നതിന് ശേഷം ഈ പണി എടുക്കാമെന്ന് വിചാരിച്ച് കാത്തുക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈമാൻ നന്നാക്കുക. പരിശുദ്ധ ഖുർആൻ, ഈമാൻ നന്നാക്കാൻ നമ്മൾ കുറേ PhDയും കുറേ ഡിഗ്രി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരിശുദ്ധ ഖുർആൻ മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മതി. മനസ്സിരുത്തി ഖുർആൻ ഒന്ന് വായിച്ചാൽ തന്നെ ഈമാനിന്റെ ഗ്രാഫ് കുത്തനെ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ആ ഈമാനിനെ തിളക്കമുള്ളതാക്കി മാറ്റണം. ചെയ്ത തെറ്റുകൾ, നമ്മളൊക്കെ സാധാരണക്കാരായ മനുഷ്യർ പറയുന്നൊരു വർത്താനം എന്താ അറിയോ, ഞാനൊക്കെ എന്ത് തെറ്റാ ചെയ്യുന്നത്, എന്ത് കുറ്റാ നമ്മളൊക്കെ ചെയ്യുന്നത്, നമ്മളൊന്നും ആരും ഉപദ്രവിക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിന്റെ ഒന്നാമത്തെ വിജയം. നമ്മൾ കുല്ലു ബനി ആദമ ഖത്താഊൻ, ആദമിന്റെ സന്തതികളെല്ലാം തെറ്റുകാരാണ്. ഇന്ന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മനുഷ്യന് മുന്നിലില്ല. മനസ്സുകൊണ്ടെങ്കിലും സദാസമയവും തെറ്റു ചെയ്യുന്നവരാണ് നമ്മൾ, തെറ്റിനെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, തെറ്റിലേക്ക് ചായുന്നവരാണ് നമ്മൾ. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസൂ, മനുഷ്യന്റെ ശരീരം, അവന്റെ നഫ്സ് സൂയിലേക്ക് എപ്പോഴും ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിലേക്ക് വടക്ക് നോക്കി യന്ത്രം പോലെ ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യന്റെ ശരീരവും മനസ്സുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സാക്ഷ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധിയൊന്നും ആരും നടിക്കണ്ട. തെറ്റുകാരാണ് എന്ന ബോധത്തോടെ തന്നെ റബ്ബിന്റെ മുന്നിൽ നിന്ന് പശ്ചാത്തപിക്കുക. ചെയ്ത തെറ്റിനെ കുറിച്ച് അള്ളാഹുവിനോട് പറയുമ്പോൾ, റബ്ബേ, എൻ്റെ തെറ്റിന്റെ മഹാഭൂരിപക്ഷവും മറന്നിട്ടാണ് ഞാൻ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്, എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല റബ്ബേ എന്ന് ആവർത്തിച്ച് റബ്ബിനോട് പറയാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വഖിനാ അദാബന്നാർ, എന്നിട്ട് നരകത്തിനെ കുറിച്ച് കാവൽ തേടാനും കഴിയണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4ാമത്തെ ക്വാളിറ്റി വിശദീകരിക്കുകയാണ്. എന്താണ്? അസ്വാബിരീൻ, ക്ഷമാലുക്കളാണ് അവർ. സ്വബർ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ക്ഷമ എന്നാണ്, 2 സഹനം എന്നാണ്. ക്ഷമയും സഹനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിസ്കരിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ, നിസ്കരിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ. നമുക്ക് വേണമെങ്കിൽ നിസ്കരിക്കാതിരിക്കാം, പള്ളി പോകാതിരിക്കാം, സിനിമക്ക് പോകാം, റീൽസുകൾ കാണാം, പാട്ട് കേൾക്കാം, യൂട്യൂബിലിരിക്കാം, നമുക്കെന്തും ചെയ്യാം. പക്ഷേ ആ സ്വാതന്ത്ര്യം അല്ലാഹു തന്നിട്ടും നമ്മൾ നമ്മുടെ സ്വന്തത്തെ പിടിച്ചു കൊണ്ടുവരാൻ, എന്നിട്ട് പടച്ചോന്റെ മുന്നിൽ അവിടെ നിർത്താൻ, ക്ഷമയാണത്. അതിനാണ് ക്ഷമ എന്ന് പറയുക. ഇനി റമദാൻ മാസം നോമ്പെടുക്കുമ്പോൾ രാവിലെ സുബ്ഹ് ബാങ്ക് കൊടുത്ത് തുടങ്ങി മഗ്‌രിബ് വരെ വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല. എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണം എടുത്ത് കഴിച്ചാൽ എന്നോട് ആരും ചോദിക്കൂല നീ എന്തിനാടാ കഴിച്ചെന്ന് ചോദിക്കൂല, നിനക്കത് അവകാശമില്ലല്ലോ എന്ന് ചോദിക്കൂല. എനിക്ക് വേണമെങ്കിൽ കഴിക്കാം, എന്നെ ആരും ചോദ്യം ചെയ്യില്ല. പക്ഷെ ഞാൻ ക്ഷമിക്കാണ്. എൻ്റെ വീട്ടിൽ ആരും കാണാതെ ഞാൻ വെള്ളം കുടിച്ചാൽ ആരും എന്നെ കുറ്റപ്പെടുത്തൂല, ആരും എന്നെ വിമർശിക്കൂല. പക്ഷെ ഞാൻ ക്ഷമിക്കാണ്. കുടിക്കാതെ, കഴിക്കാതെ, രമിക്കാതെ
എൻ്റെ ഇച്ഛകൾക്കും ആഗ്രഹങ്ങൾക്കും കടിഞ്ഞാണിട്ടുകൊണ്ട് എൻ്റെ റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുകയാണ്. അതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. സഹനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അള്ളാഹു രോഗം തരാൻ. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു പദവി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാവർക്കും, ഞാനും നിങ്ങളടങ്ങുന്ന എല്ലാവർക്കും സ്വർഗത്തിൽ ഓരോ പദവികളുണ്ട്. ഏറ്റക്കുറച്ചിലുണ്ടാവും. എല്ലാവരും ഒരേ പദവിയിലൊന്നും ആയിരിക്കൂല. ഈ ഏറ്റക്കുറച്ചിൽ, ഈ പദവിയിൽ കർമ്മങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ ഒരു മനുഷ്യന് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവന് പരീക്ഷണം കൊടുക്കും, പ്രയാസങ്ങൾ കൊടുക്കും, ബുദ്ധിമുട്ടുകൾ കൊടുക്കും. എന്നിട്ടും അവനെ ആ ദർജയിലേക്ക് എത്തിക്കും. ഒരാൾക്ക് അള്ളാഹു നിശ്ചയിച്ച ദർജയിലേക്ക് നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും അമലുകൾ കൊണ്ടും സദഖ കൊണ്ടും പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ടും എത്താൻ പറ്റാത്തവരെ അള്ളാഹു രോഗം കൊടുത്ത് പരീക്ഷിക്കും, ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കും, കഷ്ടപ്പാടുകൾ കൊണ്ട്, മാനസിക പ്രയാസങ്ങൾ കൊണ്ട്, ധനനഷ്ടം കൊണ്ട്, ആൾ നഷ്ടം കൊണ്ട് എല്ലാം പരീക്ഷിക്കും. എന്തിനു വേണ്ടിയാണ്? അവിടേക്ക് ആ ദർജയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട, ഇതിന് സഹനം എന്നാണ് പറയുക. കർമ്മപഥത്തിൽ മുന്നേറാൻ കഴിയാതെ ക്ഷമയിൽ നാം പരാജയപ്പെടുമ്പോൾ നമ്മുടെ ദർജയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സഹനത്തിലേക്ക് നമ്മൾ വലിച്ചെറിയും. രോഗം തരും, സഹിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ദാരിദ്ര്യം തരും, സഹിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ആൾ നഷ്ടങ്ങൾ ഉണ്ടാവും, സഹിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. അതിനാണ് സഹനം എന്ന് പറയുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കാം, സഹനത്തെക്കാൾ എത്രയോ മുകളിലാണ് ക്ഷമ. എത്രയോ മുകളിലാണ്, എത്രയോ ദർജ കൂടിയതാണ്. ഈ റമദാൻ മാസം ആ ക്ഷമയെ പഠിക്കാനുള്ള മാസമാണ്. റമദാൻ കഴിഞ്ഞാൽ നമ്മൾ പലതും ചിലതും പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? നോമ്പ് എടുക്കാൻ പഠിക്കണം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആവുമ്പോൾ തഹജ്ജുദിന് എഴുന്നേറ്റ് സുബ്ഹി ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് സുന്നത്ത് നോമ്പ് എടുക്കാൻ നമുക്ക് കഴിയണം. അയ്യാമുൽ ബീദിന്റെ നോമ്പുകൾ അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയണം. റമദാൻ മാസമായിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ. ഒരു കാര്യം മുടങ്ങണില്ലല്ലോ. ജോലിക്ക് പോകുന്നുണ്ട്, ഏർപ്പാടുകൾ നടക്കുന്നുണ്ട്, കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്, യാത്രകൾ നടക്കുന്നുണ്ട്, എല്ലാ സംഗതികളും നടക്കുന്നുണ്ട്, നോമ്പും എടുക്കുന്നുണ്ട്. ആ റമദാൻ മാസത്തിലാത്ത എന്ത് പ്രശ്നമാണ് റമദാൻ ഇല്ലാത്ത മാസങ്ങളിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുകൾ വരുമ്പോൾ നമുക്കുണ്ടാവുന്നത്? അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പുകൾ വരുമ്പോൾ നമുക്കുണ്ടാവുന്നത് ഇതെന്താണെന്നറിയോ? ഒരു തരം ടോട്ടൽ ട്രാൻസ്ഫോർമേഷനാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ക്ഷമ പഠിപ്പിക്കാൻ. സഹിച്ചേ പറ്റുള്ളൂ. നിന്റെ എല്ലാ റുട്ടീനും നീ മാറ്റിവെക്കുക, നിന്റെ എല്ലാ ദിനചര്യയും നീ മാറ്റിവെക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തിന്നാതെ കുടിക്കാതെ രമിക്കാതെ നിനക്ക് അനുവദിക്കപ്പെട്ടതുപോലും നിനക്ക് ഹറാമാകുന്ന ദിനരാത്രങ്ങളിലൂടെ നീ കടന്നു പോകുക. എന്തിനാണത്? നിന്നെ മെരുക്കി ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയാണത്. സ്വബർ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. തഖ്വയുടെ 4ാമത്തെ വിഷയമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് ക്ഷമയാണ് പ്രിയപ്പെട്ടവരെ. 5ാമത്തെ വിഷയമായി അല്ലാഹു പറയുന്നു വസ്സാബിരീന വസ്സാദിഖീന, അവർ സത്യസന്ധരാണ് എന്നതാണ്. നമ്മൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ടല്ലോ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒഴികഴിവ് പറഞ്ഞു ഒഴിഞ്ഞു മാറാമായിരുന്നു കഅബിന്. പക്ഷേ സത്യം പറഞ്ഞു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കഅബിനെ അനുമോദിച്ചു. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ, സത്യവാന്മാരോടൊപ്പം ചേരുക എന്ന് വിശ്വാസികളോട് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തു. ആ സത്യസന്ധത ജീവിതത്തിൽ ഉണ്ടാവുക. സംസാരത്തിൽ, പ്രവർത്തനത്തിൽ, സമ്പാദ്യത്തിൽ, ഇടപാടുകളിൽ, കുടുംബ ബന്ധങ്ങളിൽ, നോട്ടത്തിൽ, ഇരുത്തത്തിൽ, നടത്തത്തിൽ, എന്തൊക്കെ വിഷയങ്ങളുമായി നമ്മൾ ഇടപെടുന്നുണ്ടോ സത്യസന്ധരാവുക, എന്നിട്ട് ജീവിക്കുക. 6ാമത്തെ വിഷയമായി തഖ്വയുടെ ഭാഗമായി റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഭക്തിയാണ്. ഭക്തി ഉണ്ടാവുക, നിസ്കരിക്കാൻ ആവേശം ഉണ്ടാവുക, ഇബാദത്തുകൾ എടുക്കാൻ ആവേശം ഉണ്ടാവുക, നന്മയിൽ മുന്നേറുക. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ പശ്ചാത്താപത്തിലേക്ക് നിങ്ങൾ മുൻകടന്നു വരിക. സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ 2 കൂട്ടരെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആരൊക്കെയാണത്? വസ്സാബിഖൂന സാബിഖൂൻ, 1ാമത്തത് മുൻകടക്കുന്നവരാണ്. 2ാമത്തത് അസ്ഹാബുൽ യമീനാണ്, വലതുപക്ഷക്കാരും മുൻകടക്കുന്നവരും. വലതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ UDF അല്ല. വലതുപക്ഷക്കാരെന്ന് ഇവിടെ അള്ളാഹു വിശേഷിപ്പിച്ചത് സ്വർഗവാസികളെയാണ്. മുൻകടക്കുന്നവർ. ആ മുൻകടക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? ഏത് വിഷയത്തിലും അവർ മുൻപന്തിയിലായിരിക്കും. അള്ളാഹിന്റെ റസൂലേ ഒരിക്കൽ സ്വർഗത്തിന്റെ വാതിലുകളെ കുറിച്ച് പഠിപ്പിക്കാണ്. 8 വാതിലുകളുണ്ട്. ഓരോ വാതിലും ഓരോ പേരുണ്ട്. ബാബു സ്വലാത്ത് ഉണ്ട്, ബാബു സ്വദഖയുണ്ട്, ബാബുൽ ജിഹാദ് ഉണ്ട്, ബാബു സ്വബർ ഉണ്ട്, ബാബുൽ ഹജ്ജ് ഉണ്ട്. ഇങ്ങനെ 8 വാതിലുകളുടെ പേരുകൾ റസൂൽ പഠിപ്പിച്ചിട്ട് പറയാണ്, നിസ്കാരത്തോട് കൂടുതൽ ആത്മാർത്ഥതയുള്ളവർ ബാബു സ്വലാത്തിലൂടെ, ക്ഷമയുള്ളവർ ബാബു സ്വബറിലൂടെ, ജിഹാദ് ചെയ്തവർ ബാബുൽ ജിഹാദിലൂടെ. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല റസൂലേ, ഈ 8 വാതിലിലൂടെയും എൻട്രി കിട്ടുന്ന ആളുകളുണ്ടോ?
ഈ 8 വാതിലുകളുടെയും എൻട്രൻസ് കിട്ടുന്ന ആളുകളുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് തിരിച്ചു പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എന്താ അറിയോ? അർജൂ അൻ തകൂന മിൻ, അർജൂ അൻ തകൂന മിൻ, അങ്ങ് അതിൽപ്പെട്ട ഒരാളാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്. എന്താ കാര്യം? നിസ്കാരത്തിന്റെ വിഷയത്തിയാൽ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിലാണ്. സദഖയുടെ വിഷയത്തിയാൽ അവിടെയും മുന്നിലാണ്. ജിഹാദിന്റെ വിഷയത്തിലെത്തിയാൽ അവിടെയും മുന്നിലാണ്. സ്വബറിന്റെ വിഷയത്തിലെത്തിയാൽ അവിടെയും മുന്നിലാണ്. എല്ലാറ്റിലും മുന്നിലാണ്. ഭക്തിയുടെ വിഷയത്തിൽ എപ്പോഴും മുന്നിലാണ്. ഏത് രംഗത്തും മുന്നിലാണ്. അങ്ങനെയാവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. തഖ്വയുടെ 6ാമത്തെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. തഖ്വയുടെ 7ാമത്തെ ഭാഗമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് വൽ മുൻഫിഖീൻ, അവർ ചിലവഴിക്കുന്നവരാണ്. ഉള്ള സമയത്തല്ലട്ടോ. ഒരുപാട് സമ്പാദ്യമുണ്ട്, മക്കളൊക്കെ കെട്ടിച്ചു കഴിഞ്ഞു, വീടുണ്ടാക്കി, ജീവിതത്തിന്റെ എല്ലാ പ്രാരാബ്ദങ്ങളൊക്കെ കഴിഞ്ഞു, ചാരുകസേരയിൽ ഇരിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലുള്ള 2 ലക്ഷത്തിൽ നിന്ന് 10,000 രൂപ പള്ളിപ്പണിയെടുക്കാൻ വേണ്ടി കൊടുക്കുന്നവരെ കുറിച്ചല്ല ഈ പറഞ്ഞത്. മറിച്ച് ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ അവൻ ആവശ്യമുണ്ട്, അവന്റെ മക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട്. പ്രാരാബ്ദങ്ങളുടെ ഘോഷയാത്രയാണ് ജീവിതത്തിൽ. മക്കളുടെ ഫീസ് അടക്കാനുണ്ട്, വീടായിട്ടില്ല, കടമുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിത്യ ചെലവ് തന്നെ താങ്ങാൻ പറ്റാത്ത അവസ്ഥ. ആ അവസ്ഥയിലും ദാനം കൊടുക്കാൻ മടിക്കാത്തവരെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർലോഭം ചിലവഴിക്കുന്നവർ, മടിയില്ലാതെ ചിലവഴിക്കുന്നവർ. തഖ്വയുടെ 7ാമത്തെ അടയാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, തഖ്വയുടെ അവസാനത്തതും 8ാമത്തതുമായ അടയാളമായി അള്ളാഹു പറഞ്ഞത് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. ആളുകളൊക്കെ കിടന്നുറങ്ങുമ്പോൾ, ആളുകൾ ഇങ്ങനെ ഗാഢനിദ്രയിൽ ആണ്ട് കിടക്കുമ്പോൾ അവരെഴുന്നേറ്റിരുന്നു കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് റബ്ബിന്റെ മുന്നിൽ പാപമോചനം തേടുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. സ്വന്തം ശരീരത്തെ അല്ലാഹുവിനോടുള്ള പ്രതീക്ഷയാലും ഭയത്താലും കിടക്കപ്പായിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നിന്ന് ഖേദപ്രകടനങ്ങൾ നടത്തുന്ന, ഇസ്തിഗ്ഫാർ നടത്തുന്ന, ആവശ്യങ്ങളും അർത്ഥനകളും നടത്തുന്ന മനുഷ്യരുണ്ടല്ലോ, തഖ്വയുടെ വലിയ ഭാഗമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ തണുപ്പിങ്ങനെ പെയ്തിട്ട് സൗണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. നാളെയും വരുന്ന ദിവസങ്ങളൊക്കെ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഇനിയും ഈ തണുപ്പത്ത് ഇവിടെ നിന്ന് നിങ്ങളോട് കൂടുതൽ ഒച്ചയിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്കും അടങ്ങാറാവും, എനിക്കും അടങ്ങാറാവും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവനായും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് വളരെ സിമ്പിളാണ്. അള്ളാഹു പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവുക. ആ സൂക്ഷ്മത ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുക റമദാൻ വരുന്നതിൻ്റെ മുന്നേ. ഇത് കേവലം ഒരു വർത്തമാനമായി മാത്രം കേൾക്കരുത് പ്രിയപ്പെട്ടവരെ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാണ്. വിശ്വാസം അത് ക്ലിയറാക്കുക. ചെയ്ത തെറ്റുകൾ മുഴുവൻ റമദാനിന്റെ മുന്നേ കഴുകിക്കളയുക. 2 റക്അത്ത് തൗബയുടെ നിസ്കാരം നിസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് എല്ലാം കഴുകിക്കളയുക. 3ാമതായി അള്ളാഹുവിനോട് നരകമോചനം ഇടക്കിടക്കിടക്ക് തേടുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. 4ാമതായി ക്ഷമയുള്ളവരാകുക. ആരെങ്കിലേക്കായിട്ട് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ പോയി സലാം പറയുക. ഒരു ഈഗോയും വേണ്ട. നമ്മളൊന്നുമല്ല. വയറിൻ്റെ അകത്ത് മുഴുവൻ കാഷ്ടം പേര് നടക്കുന്ന മാംസപിണ്ഡങ്ങൾ മാത്രമാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ. നമ്മളൊന്നുമല്ല. എത്ര സമ്പാദിച്ചാലും, എത്ര തലപ്പത്തെത്തിയാലും, എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും, എത്ര സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും നമ്മളൊന്നുമല്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഒരാളുടെ മുന്നിൽ കുറച്ച് താണുപോയി എന്ന് വിചാരിച്ച് ഒന്നും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ഒരാളുടെ മുന്നിൽ ജയിച്ചു എന്ന് വിചാരിച്ച് നമ്മളൊന്നും നേടാനും പോകുന്നില്ല. അതുകൊണ്ട് ഈ ദുനിയാവിൽ അള്ളാഹ് നിശ്ചയിച്ച 60, 70, 80 വരുന്ന കൊല്ലല്ലേ, എത്രത്തോളം നിങ്ങൾക്ക് താഴാൻ പറ്റുമോ, എത്രത്തോളം താഴ്മ കാണിക്കാൻ പറ്റുമോ, എത്രത്തോളം വിനയം കാണിക്കാൻ പറ്റുമോ അത്രത്തോളം വിനയം കാണിച്ച്, താഴ്മ കാണിച്ച്, വിട്ടുവീഴ്ച നടത്തി, മാപ്പ് കൊടുത്ത് മാപ്പ് സ്വീകരിച്ച് ജീവിക്കുക. ക്ഷമയുടെ പ്രതീകങ്ങളായി ജീവിക്കുക പ്രിയപ്പെട്ടവരെ. സത്യസന്ധരാവുക. ഏത് വിഷയത്തിലും ഏത് നിലപാടിലും സത്യത്തോട്, നമുക്ക് ബോധ്യപ്പെട്ട സത്യത്തിന്റെ ഒപ്പം നിലകൊള്ളാൻ നമ്മൾ തയ്യാറാവുക. ഭക്തിയുടെ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടാവുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന് വേണ്ടി യാതൊരു മടിയുമില്ലാതിരിക്കുക. തഹജ്ജുദ് നമസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. 1ാമത്തെ ആകാശത്തിൽ നമ്മുടെ റബ്ബ് വരുന്ന സമയമുണ്ടല്ലോ, അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ 8 ക്വാളിറ്റികൾ റമദാനിന്റെ
മാസപ്പിറവി കാണുന്നതിൻ്റെ മുന്നേ, റമദാനിൻ്റെ നിലാവ് ദൃശ്യമാകുന്നതിൻ്റെ മുന്നേ ഈ 8 ക്വാളിറ്റികൾ ഉണ്ടാക്കിയെടുക്കുന്ന, ഈ 8 ക്വാളിറ്റികൾ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരണേ. അല്ലാ, ഇഹത്തിലും പരത്തിലും നിന്റെ തൃപ്തിയും പ്രീതിയും നേടിയെടുത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. നിന്റെ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് റയ്യാനിന്റെ വാതിലിലൂടെ സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ നിന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.